ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു ചോക്ലേറ്റ് ഭയങ്കര വൈറൽ ആൻഡ് ട്രെൻഡിങ് ആയ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ UAE-ൽ. അപ്പോൾ UAE-ൽ ഇത് ഫിക്സ് എന്ന് പറയുന്ന ചോക്ലേറ്റിൻ്റെ മറ്റൊരു വേർഷനാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇത് എനിക്കൊരു ഫ്രണ്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. എനിക്ക് ആ ചോക്ലേറ്റ് കഴിക്കുന്നത് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ഫിനിഷ് ആവുന്നത് വരെ ഫിനിഷായിട്ട് ഞാൻ പിന്നെയും ക്രേവ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 55 AED ആണ് ഒരു സിംഗിൾ പീസിനാവുന്നത്. നമ്മൾ എന്തായാലും ഒരു 5 പീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് അത്രയും യമ്മിയാണ് കേട്ടോ, വർത്ത് ഇറ്റ് ആണ്. ഇത് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര വേർത്താണ്. ആ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് പിസ്താഷ്യൂ ആൻഡ് കുനാഫ ഉള്ള ഒരു ചോക്ലേറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂപ്പർ, ഒരു രക്ഷയില്ല. പൊളി 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 സാധനം. പൊളിയാ? എന്താ ഇതിനെ പറ്റി 2 വാക്ക് പറഞ്ഞോ? നല്ല ടേസ്റ്റ്. ഞാൻ പലതരം ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഈ ചോക്ലേറ്റ് വളരെ സ്പെഷ്യലാണ്. ഇത് ചോക്ലേറ്റ് നമ്മൾ കുനാഫ കഴിക്കുന്ന പോലെയാണ്. അതെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു റിവ്യൂ വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം UAE-ൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സാധനം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഭയങ്കര വൈറലായൊരു സാധനമാണ് ഈ ഒരു സംഭവം. എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു പിസ്തക്കുരു അല്ല കേട്ടോ, ഞാൻ കാണിക്കാൻ പോകുന്ന വേറൊരു സംഭവമാണ്. ഒരു മിനിറ്റ് വാവേ എന്നാ. ഓക്കെ, ഞാൻ കാണിക്കാൻ പോകുന്നൊരു സംഭവമുണ്ട്. ലെറ്റ്സ് വാച്ച്. ആക്ച്വലി ഞാനിതൊരു 5 പീസ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് ഞങ്ങൾ കഴിച്ചു നോക്കി. ഓക്കെ, ഈ ഒരു ചോക്ലേറ്റ് ബാറില്ലേ, കുനാഫ ആൻഡ് പിസ്താഷ്യൂ വരുന്ന ഈ ഒരു ചോക്ലേറ്റ് ബാർ ഇക്കും അതിൽ കിട്ടുന്നുണ്ടോ എന്നെങ്കിലും നോക്കൂ. ഈ ഒരു ചോക്ലേറ്റ് ബാർ ഒരു ബാറിന് 55 ദിറംസ് ആണ്. ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ ബ്രാൻഡ് വന്നിട്ട് നമുക്ക് ആകെ കിട്ടുക തലബാത്തിൽ മാത്രമാണ് ഓർഡർ ചെയ്യാൻ പറ്റുക. അത് ദുബായിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ അതിൻ്റെ ഒരു ഡെലിവറി. പക്ഷേ ഇത് അതിൻ്റെ പോലത്തെ വേറൊരു സംഭവമാണ്. ഇത് ഞാൻ കഴിച്ചു നോക്കി, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങളിത് വാങ്ങിക്കാനുള്ള റീസൺ. ഒരു പാക്കറ്റ് ഞങ്ങൾ പൊട്ടിച്ചിട്ട് ഞങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല ഗൈസ്. ഇത് കഴിച്ച് ഞങ്ങൾക്ക് നിർത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക ബാക്ക് ടു ബാക്ക്. അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് കണ്ടോ നിങ്ങൾ? കുനാഫയും പിസ്താഷ്യും ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ സാധനമാണ് കേട്ടോ ഇത്. ഹെസ ബേബി ഇതിൻ്റെ ഫാനാണ്. ഇക്കുനും ഇത് ഇഷ്ടപ്പെട്ടു. നമുക്കെന്തായാലും ഇക്കുനോടും കൂടി അഭിപ്രായം ചോദിച്ചു നോക്കാം. ഇക്കുന് എന്താണ് ഇതിനെപ്പറ്റി പറയാൻ? ഹൗസ് ഇറ്റ് ഇക്കോ? ഈ ടേസ്റ്റ് സാധാരണ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തതാണ്. ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നേ നോക്കട്ടെ ഫേസ്. ശരിക്കും എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തതാണ്. ഓക്കെ, പക്ഷെ ഇതെന്തോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. അല്ലേ? നല്ല യമ്മി. ആ ഒരു 55 AED വർത്ത്. കുനാഫ കഴിച്ച പോലെ. അതെ, ആ ഒരു 55 AED നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ബാറിന് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഞങ്ങൾക്ക് ഒട്ടും റിഗ്രഷൻ ഇല്ല. നോക്ക്, ഒറ്റയിരിപ്പിനാണ് ഞങ്ങൾ അത്രയും കഴിച്ചു കഴിഞ്ഞു. ഹെസമോളും കുറേ കഴിച്ചു കേട്ടോ. ഹെസമോക്ക് ഞങ്ങൾ സാധാരണ ചോക്ലേറ്റ് കൊടുക്കാത്തതാണ്, ബട്ട് ഇതായതുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ കൊടുത്തില്ലേക്കും. കുട്ടികൾക്കൊന്നും ചോക്ലേറ്റ് റെക്കമെൻഡഡ് അല്ല. കുട്ടികൾക്ക് നമ്മൾ മാക്സിമം ചോക്ലേറ്റ് അവോയ്ഡ് ചെയ്യാം. അല്ലാണ്ടുള്ള നല്ല നല്ല സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാം. നട്ട്സ്, ഫ്രൂട്ട്സ്, നല്ല നല്ല ഫുഡ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ഹെസമോക്ക് നമ്മൾ ആ ചോക്ലേറ്റ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കാരണം അവളും കൂടി അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്.
the most viral chocolate kunafa with pistachio is a great thing. ആ ഒരു വൈറൽ ആയതിനൊരു റീസൺ ഉണ്ട്, ബിക്കോസ് ഇറ്റ്സ് റിയലി യമ്മി. അപ്പോൾ അത്രയുണ്ട് ഇന്നത്തെ വീഡിയോ. നമുക്കിനി ഒരു ഡിന്നറും കൂടി കഴിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഡിന്നർ സ്പോട്ടിൽ പാക്കലാം. ഒരുപാട് നമ്മൾ കറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ടയേർഡായി. അപ്പം റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി ഫുഡ് കഴിക്കണ്ട വിചാരിച്ചു, ടേക്ക് അവേ പറയാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ ഫുഡിൻ്റെ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഹെച്ച ബേബിക്ക് കിട്ടിയ അവസരം അയ്യമ്മ ഇത് തന്നെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ഐറ്റംസ്. ഇതിൽ ചിക്കൻ കറി ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതല്ലാണ്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഹെസ ബേബിയുടെ ഫുഡാണ് കേട്ടോ, ചോറും തൈരും. പിന്നെ ഗീ റൈസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗീ റൈസാണ്. പിന്നെ നമുക്കതിവിടെ നോക്കാം ഇതെന്താണ് എന്നുള്ളത്. ഇത് പത്തിരിയാണ്. ഇതെന്താണ്? ഇത് നെയ്പത്തിരിയാണ്. നെയ്പത്തിരി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നെയ്പത്തിരി ഭയങ്കര വീക്ക്നെസ് കേട്ടോ. എൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ കാണുന്ന ആൾക്കാർ കണ്ണൂരുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് വരുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കണം കേട്ടോ. കാരണം എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമാണ് കണ്ണൂരത്തെ ഒരു വെഡ്ഡിങ്, ഒരു കല്യാണം കൂടണം എന്നുള്ളത്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടോ? എന്തായാലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട് കണ്ണൂരത്തെ ഒരു മാരേജ് ഞങ്ങൾക്ക് കൂടണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും ഇക്കുൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും കണ്ണൂർ മാരേജ് കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഡെലിവറി ടൈമായിരുന്നു, മറ്റൊരു പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം 2 കല്യാണത്തിന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പം യൂട്യൂബിൽ ഞങ്ങളെ വീഡിയോ കാണുന്നവരാരെങ്കിലും കണ്ണൂർക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലുമൊക്കെ കല്യാണം വരികയാണെങ്കിൽ ഞങ്ങളൊന്ന് ക്ഷണിക്കണം കേട്ടോ. ഞങ്ങളെ ബക്കറ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഒരു കണ്ണൂർ മാരേജ് എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് കാണണം, അത്ര തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.